വളരെ വൈകാതെ തന്നെ നടക്കാൻ പോകുന്ന 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായ പ്രശസ്തനായ സിനിമാ നടനായ ശ്രീ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. അതിൻ്റെ രണ്ടാമത്തെ കാരണം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഔപചാരികമായി ഉണ്ടാകുന്നതിന് മുൻപ് പോലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ പറന്നിറങ്ങി വലിയ തരത്തിലുള്ള ഒരു റോഡ് ഷോയും പൊതുസമ്മേളനവും നടത്തി അനൗദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് മുൻപൊരിക്കലും കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയല്ല. ഒരു അപ്രഖ്യാപിത സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങി ഒരു സമ്മേളനം നടത്തി തിരിച്ചു പോവുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു അനുഭവമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ കാരണം എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നത് എന്ത് വില കൊടുത്തും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമേ നാളിതുവരെ പാർലമെൻറ്റിലേക്ക് BJPക്ക് ഒരംഗത്തെ തിരഞ്ഞെടുത്തയക്കാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. അനേക വർഷത്തെ പ്രയത്നഫലമായിട്ടാണ് കഷ്ടിച്ച് ഒരു പ്രാവശ്യം നിയമസഭയിലേക്ക് ഒരു BJP അംഗത്തെ തിരഞ്ഞെടുത്തയക്കാൻ ഇത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള BJPക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. അത് എല്ലാവരും സമ്മതിക്കുന്നു, BJPയും സമ്മതിക്കും. അത് BJPയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, ശ്രീ O രാജഗോപാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകൾ കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതോടുകൂടി BJPയുടെ പ്രാതിനിധ്യം നിയമസഭാ പാർലമെൻറ്റിൽ ആദ്യത്തേതും അവസാനത്തേതുമായി മാറിയിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം ക്ഷീണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന നിർബന്ധത്തോടു കൂടിയാണ് ഏത് മാർഗങ്ങൾ സ്വീകരിച്ചാലും ശരി, എത്ര കോടി രൂപ ചെലവഴിച്ചാലും ശരി, ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഒരു BJP MP എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചുവരെഴുത്ത് വരെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാം കണ്ടതാണ് എത്ര വലിയ ഒരു കോലാഹലമാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ ശ്രീമാൻ നരേന്ദ്രമോദി അവിടെ കാട്ടിയത്. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ കുറച്ച് മലയാളം കൂടി ഉപയോഗിച്ചുകൊണ്ട് മലയാളികളെ വശത്താക്കാൻ വേണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഏതാണ്ട് 18 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് പ്രതികരിപ്പിച്ചു. അദ്ദേഹം നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം അദ്ദേഹം പാലിക്കും, അത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് ധരിപ്പിക്കുന്ന സന്ദേശമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യയിലാകമാനം ആ മുദ്രാവാക്യം തന്നെ ആയിരിക്കും ഇനി അവർ ഉയർത്താൻ പോകുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നാം കാണേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് കേരളത്തിൻ്റെ പൊതു സാഹചര്യം കൂടെ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ എക്കാലവും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലാകട്ടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലാകട്ടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFും തമ്മിലാണ് എക്കാലവും ഇവിടെ മത്സരം ഉണ്ടായിട്ടുള്ളത്. നേർക്കുനേർ മത്സരം എന്ന് തന്നെ പറയാം. എന്നാൽ ഈ അടുത്ത കുറച്ച് നാളുകളായി ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു ത്രികോണ മത്സരം എന്ന് ധ്വനിപ്പിക്കുമാറുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ചെറിയ വ്യതിയാനങ്ങളുടെ സൂചനകൾ ഉണ്ടായിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ
19 നടന്നതായ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലും ചില ചലനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻപൊരിക്കലും കഴിയാത്തതിന് അപ്പുറമായി ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിൻബലത്തിലാണ് ഇപ്രാവശ്യം വിജയിക്കുക എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇന്ന് അവർക്ക് ഇറക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ താരമൂല്യമുള്ള ഒരു സിനിമാ താരത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ മോദിയെ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന രീതിയിൽ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അവിടുത്തെ നിലവിലിരിക്കുന്ന MP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ TN പ്രതാപൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രദേശത്തുള്ളയാളാണ്. ഇവിടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മാധ്യമ വാർത്തയനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു, അതിനെ കോൺഗ്രസ് പാർട്ടിയുടെ ഔപചാരികമായ മുദ്ര ചാർത്തിയിട്ടില്ല. തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് കോൺഗ്രസും BJPയും തന്നിലായിരിക്കുമെന്നും. ഇത് മുൻപൊരിക്കലും ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം എക്കാലവും കോൺഗ്രസ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് UDFും LDFും തമ്മിലാണ്, അവിടെ BJPക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നാളിതുവരെ എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായി TN പ്രതാപന് ഇങ്ങനെ പറയാനുണ്ടായ പ്രേരണ എന്താണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് BJPയെ പ്രതിഷ്ഠിക്കുന്നത് എത്രയധികം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് എന്ന് പ്രതാപൻ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതാപൻ എങ്ങനെ പറയാനായി സാധിക്കും അവിടെ BJPയാണ് രണ്ടാം നമ്പർ കക്ഷിയെന്ന്? ഈ പറയുന്ന കാണിളക്കിയ പ്രചാരണം കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും വന്ന വനിതകളുടെ സംഖ്യ വെച്ചുകൊണ്ട് അവിടെ വലിയ അട്ടിമറി BJP ഉണ്ടാക്കും എന്നൊക്കെ പ്രതാപന് പറയാനുള്ള ഉള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പൊതുസമൂഹം ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുകയാണ്. അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം CPI ആണ് നിരന്തരമായി പാർലമെൻറ്റിൽ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് CPIക്ക് മാറ്റിവെക്കപ്പെട്ട 4 സീറ്റുകളിൽ ഒരു പ്രധാന സീറ്റാണ്. തൃശ്ശൂരിൽ പൊതുവെ CPIക്ക് സ്വാധീനമുണ്ടെന്ന് അവർ കരുതുന്നു. ആ ഒരു ധാരണയിലാണ് LDF ആ സീറ്റ് CPIക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് CPIയുടെ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വളരെ സീനിയറായിട്ടുള്ള ജനസമ്മതിയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള TN പ്രതാപൻ പറഞ്ഞതിനകത്തെ സാരാംശം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒരു തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ BJPയുടെ സാന്നിധ്യത്തിന് അംഗീകാരം കൊടുക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. നാളിതുവരെ BJP ഇവിടെ നിർണായക ശക്തിയല്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPMും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എപ്പോൾ മത്സരം ഉണ്ടായാലും അത് LDF UDF തമ്മിലായിരിക്കും എന്നാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാനിടയുള്ള നിലവിലുള്ള MP പറയുന്നു വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് BJPയും UDFും തമ്മിലായിരിക്കും, അവിടെ LDFന് വലിയ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന്. ആ ഒരു വിലയിരുത്തൽ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകർക്കും പൊതുസമൂഹത്തും അതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനക്കാരനായി അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റുന്നത് ഏത് കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ സാങ്കേതികമായ അടിസ്ഥാനം? അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണ്? അതോടൊപ്പം തന്നെ അതിൻ്റെ രസതന്ത്രം എന്താണ്? ഇതൊക്കെ പറയാൻ TN പ്രതാപൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ആ TN പ്രതാപൻ പറയുന്നു ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ടെന്ന്, അദ്ദേഹത്തിന് അത്രയും പറഞ്ഞ് സമാധാനിക്കാം. എന്നാൽ മറുഭാഗത്ത് BJPയാണ് പ്രധാന ശത്രു എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയെങ്കിലേ മതിയാവുകയുള്ളൂ. അത് പാർട്ടി തലത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് അതിന് പ്രാധാന്യമുണ്ടാകുന്നത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന INDIA സഖ്യത്തിലെ ഘടക കക്ഷികളാണ്. അപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ LDFും UDFും തമ്മിൽ ഏറ്റുമുട്ടി ആര് ജയിച്ചാലും
INDA എന്ന് പറയുന്ന സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ പ്രതാപൻ ഇത് പറഞ്ഞത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ വിലയിരുത്താൻ. പക്ഷേ പൊതുസമൂഹം കരുതുന്നത് ഇന്നും കേരളത്തിൽ ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നത് LDFനും UDFനുമാണ്. താരമൂല്യം കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ച് ആ തരത്തിൽ കേരളത്തിൻ്റെ മനസ്സിനെ മാറ്റിമറിക്കാമെന്ന് കണക്ക് കൂട്ടുന്നെങ്കിൽ അത് എത്രമാത്രം ശാസ്ത്രീയമായി സാങ്കേതികമായി ശരിയാകുമെന്ന് ഇപ്പോൾ പറയുക വയ്യ. എന്നാലും നമുക്ക് ഒരിക്കലും BJPയെ തള്ളിക്കളയാനാവുകയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് BJP ഇപ്പോൾ കളത്തിലിറങ്ങുന്നത്. അവരുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, അധികാരമുണ്ട്, കരുത്തരായ നേതാക്കന്മാരുണ്ട്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ നാനാവിധത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങളെല്ലാം ഉള്ള BJP ഒരു കൈവിട്ട കളി തന്നെ ആയിരിക്കും ഇവിടെ കളിക്കാൻ പോകുന്നത്. അവരുടെ തുറുപ്പ് കുലാനെ തന്നെ അവർ അവിടെ ഇറക്കി എല്ലാ വേലകളും കാണിക്കും, എല്ലാ അഭ്യാസങ്ങളും കാണിക്കും. അവരുടെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും അവർ തൊടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പ്രതാപൻ പറഞ്ഞത് ശരിയായി എന്ന് വന്നേക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊരു പ്രവചനം നടത്തുമ്പോൾ അതിന് ചരിത്രപരമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാകണം. യുക്തിസഹജമായ ഒരു വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായിരിക്കണം. അങ്ങനെ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് കേൾക്കുന്നതിനാണ് കേരളത്തിലെ പൊതുസമൂഹങ്ങളും മാധ്യമങ്ങളും കാതോർത്തിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഇടതുപക്ഷ വലതുപക്ഷ അല്ലെങ്കിൽ UDF LDFൽ നിന്ന് അതിൻ്റെ ശ്രദ്ധാകേന്ദ്രം BJPയിലേക്ക് മാറുന്നുവെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ ബാലികേറാമലയായി ഭാരതീയ ജനതാ പാർട്ടി കരുതിയിരിക്കുന്ന ദക്ഷിണാന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായ കേരളത്തിൽ അവർക്കൊരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഉത്തർപ്രദേശിൽ അവർക്ക് കിട്ടുന്ന 50 സീറ്റിനേക്കാൾ വിലയുള്ളതായിരിക്കും കേരളത്തിലെ ഒരു സീറ്റ് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെയാണ് അതിനെ കാണാൻ പോകുന്നത്. BJPയും ഒരുപക്ഷേ അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ഉള്ളിൽ അതിനെ വിലയിരുത്താൻ പോകുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ.